പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇന്ന് 15 പേർ കൂടി പിടിയിൽ. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. ഇതിൽ നാളെ വിവാഹ നിശ്ചയം നടക്കേണ്ട യുവാവുമുണ്ട്. ഇന്നലെ പിടിയിലായ സുഹൃത്ത് സുബിനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത്. ഇലവുംതിട്ടയിൽ നിന്ന് പെൺകുട്ടി പീഡനത്തിനിരയായ വാഹനം പോലീസ് പിടിച്ചെടുത്തു. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 62 പേരാണ് പീഡനക്കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ DGPക്ക് കത്തയച്ചു. നന്ദുഷ വിവരങ്ങൾ നൽകാനായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദുഷ, 62 പേരുടെ പേരുകളാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഇന്ന് എത്ര ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി? കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണോ പോലീസ്? കേരളം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ പീഡന വാർത്തയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ. അതിൽ തന്നെ 62 പ്രതികളിൽ 20 പേരെയാണ് പോലീസിന് ഇതുവരെ പിടികൂടാനായത്. ആ 20 പേരിൽ സുബിൻ എന്നയാൾ ഇന്നലെ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സുബിൻ എന്നയാളാണ് ഈ പെൺകുട്ടിയെ ആദ്യമായി പീഡിപ്പിക്കുന്നതെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം സുബിനോടൊപ്പമുള്ള 4 പേരെയും ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവർ പെൺകുട്ടിയെ വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുപോയി റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് പോലീസ്. അതോടൊപ്പം ഇന്ന് വീണ്ടും റാന്നിയിൽ നിന്നും കോന്നിയിൽ നിന്നും പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുമായി ഏതാണ്ട് 15ഓളം യുവാക്കളെ കൂടി പോലീസ് പിടികൂടി. അതിൽ നവവരനും ഉൾപ്പെടുന്നു. അതോടൊപ്പം നാളെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്ന ഒരാൾ കൂടി ഈ പ്രതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അങ്ങനെ വളരെ വിചിത്രമായ ഒരുപാട് പേരുടെ ജീവിതം വളരെ തുലാസിലാക്കിയ ഒരു കേസായി ഇത് മാറിയിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളുമായി ചുറ്റിപ്പാറ അടക്കമുള്ള ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായി കൂടുതൽ പ്രതികളുടെ കസ്റ്റഡിയും അറസ്റ്റും ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ് നിലവിലുള്ളത്. അതോടൊപ്പം വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷന്റെയും ഇടപെടൽ ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ 3 ദിവസത്തിനകം വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഉൾപ്പെടെ പീഡനത്തിന് ഇരയാക്കിയ കുട്ടിയെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെയും അതുപോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇനി ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുമോ? തീർച്ചയായും അമൃത, അതിൽ മാതാപിതാക്കളുടെ വിശദമായ മൊഴിയെടുപ്പ് പോലീസ് ഉടൻ തന്നെ പൂർത്തീകരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ പെൺകുട്ടി ഈ 42 പേരുടെ തന്നെ പീഡിപ്പിച്ച 42 പേരുടെ പേര് വിവരങ്ങൾ സൂക്ഷിച്ചിരുന്നത് അച്ഛന്റെ ഫോണിൽ തന്നെയാണ്. പീഡിപ്പിച്ചവരുമായി എല്ലാം പെൺകുട്ടി നിരന്തരം ഫോൺ വഴി സമ്പർക്കം പുലർത്തിയിരുന്നതും അച്ഛന്റെ ഫോൺ വഴിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാന തെളിവായി, അല്ലെങ്കിൽ അച്ഛന്റെ ഫോണിന്റെ പ്രധാന തെളിവായി തന്നെയാണ് പോലീസ് പരിഗണിക്കുന്നത്. അതോടൊപ്പം പെൺകുട്ടിയോടൊപ്പം ഈ പീഡന വിവരങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ അറിയിക്കുന്നതിന് മുൻകൈ എടുത്ത് ഒപ്പം നിന്നത് പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്കും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ മൊഴി കൂടുതൽ വിശദമായി എടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം പെൺകുട്ടിയുടെ മൊഴി കൂടി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വിവിധ ഇടങ്ങളിൽ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ നടന്നു. അത്തരത്തിൽ കേരളത്തെ ആകെ നടക്കുന്ന ഒരു പീഡന വാർത്തയായി പത്തനംതിട്ടയിലെ പോക്സോ കേസ് മാറിയിട്ടുണ്ട് എന്ന് നിശ്ചയം പറയാൻ സാധിക്കും. അമൃത. നന്ദുഷയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.